കുട്ടികൾക്കും മിഥുൻസ് കെമിസ്ട്രി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് 1 കെമിസ്ട്രിയുടെ ഓരോ ഫോക്കസ് ഏരിയയും നമ്മൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7th യൂണിറ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിന്റെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടാതെ 2 ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ ഇക്വിലിബ്രിയത്തിന്റെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആവും. ഞാൻ പ്ലസ് 1ന്റെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് 1ന്റെ എക്സാമിനേഷന് മുമ്പ് നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഏരിയയും കവർ ചെയ്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ചെയ്യിപ്പിച്ചിട്ടേ എക്സാമിനേഷൻ വിടത്തുള്ളൂ എന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം ഓരോ ദിവസങ്ങളിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഇടുന്നുണ്ട്, ഓരോ ഫോക്കസ് ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുമുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ഏരിയക്കകത്തുള്ള പോയിന്റ്സുകൾ മാത്രമല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ആ ഫോക്കസ് ഏരിയക്കകത്തുനിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എഴുതാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. കാരണം നമുക്ക് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി, അതിലൊരു സംശയവും വേണ്ട. കാരണം 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് വരികയാണെങ്കിൽ അതിൽ 110 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ തന്നെ വരത്തുള്ളൂ. ആ 110 മാർക്കിൽ നിന്ന് നമുക്ക് 60 മാർക്ക് എഴുതി എടുത്താൽ മതി. പക്ഷെ ഫോക്കസ് ഏരിയയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ പ്ലസ് 2 എക്സാമിനേഷൻ ആണെങ്കിലും ഫോക്കസ് ഏരിയ മാത്രമാണ് ചോദിച്ചേക്കുന്നത്, പക്ഷെ ഫോക്കസ് ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ഫോക്കസ് ഏരിയ നമ്മൾ എടുക്കുമ്പോഴും അതിനകത്തുള്ള മുഴുവൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ആ ഫോക്കസ് ഏരിയക്കകത്തുള്ള ഇൻഡയറക്ട് പോർഷൻസോട് ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസ് എടുത്തു പോകുന്നത്. അതല്ലാതെ ഫോക്കസ് ഏരിയക്കകത്ത് വരുന്ന 3-4 പോയിന്റ്സ് മാത്രമല്ല നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക, ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തങ്ങ് പോവാണ്. നമുക്ക് കെമിസ്ട്രി K+ എന്നുള്ളതല്ല, കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് നമുക്ക് 60ൽ 60 മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. മിഥുൻ സാർ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളോട് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റ് എന്നെ ഫോൺ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. എനിക്ക് എത്ര സമയം ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തന്നിരിക്കും. അതിൽ കൂടുതൽ ഒരു ഉറപ്പ് വേണ്ടായല്ലോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ഒത്തിരി കൂടുതൽ മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ വാട്സപ്പ് ഗ്രൂപ്പ് ഫുള്ളായി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് പുതിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മളിപ്പോ എടുക്കുന്ന ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള സിമ്പിൾ ആയിട്ടുള്ളതും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ നോട്ട്സുകളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിനകത്ത് ഒരു മടിയും വേണ്ട, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, സാറേ ആദ്യം തൊട്ടുള്ള നോട്ട്സ് വേണോ എന്നുള്ള കാര്യം. ഇത്രയും എടുത്തിരിക്കുന്ന ക്ലാസ്സുകളുടെ കറക്റ്റ് ഓർഡറിലുള്ള പ്ലേലിസ്റ്റും അതേപോലെ തന്നെ നോട്ട്സും ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു തരാം. നമുക്കിനി ഒത്തിരി സമയം ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയയിലോട്ട് ഇന്ന് എടുക്കാനുള്ള ഫോക്കസ് ഏരിയയിലോട്ട് പോകാം. അതുപോലെ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് നമ്മളിടുന്ന ക്ലാസ്സുകളൊക്കെ നല്ല പവറായിട്ട് അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. കുറച്ചുകൂടെ വൃത്തിയായിട്ട് നല്ല പവറായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്തരം കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞ സമയം കളഞ്ഞില്ല, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോക്കസ് ഏരിയയിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വിലിബ്രിയത്തിനകത്ത് 3 ഫോക്കസ് ഏരിയ ഒന്നിച്ചെടുത്തായിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു ആ 3 ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്? അറേനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്, അതായിരുന്നു ആദ്യത്തെ ഫോക്കസ് ഏരിയ കഴിഞ്ഞ ദിവസം എടുത്തത്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ആയിരുന്നു ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ആണ് ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് കഴിഞ്ഞ ദിവസം എടുത്ത രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ആയിട്ടുള്ള ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഉണ്ട്, എക്സാമിനേഷൻ ചോദിക്കുന്ന സെക്ഷൻ. അത് ഫോക്കസ് ഏരിയക്കകത്ത് എടുത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, അത് ഫോക്കസ് ഏരിയ തന്നെ. കാരണം ഈ ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസിനകത്തുള്ള സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്ന കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നുള്ള സെക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ്, 100% എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള സെക്ഷൻ ആണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ.
എന്നിട്ട് നമുക്ക് വെറുതെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ ഡെഫിനിഷൻ മാത്രമല്ല പഠിച്ചു വെക്കേണ്ടത്, നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ ഡെഫിനിഷൻ പഠിക്കണം, അതേപോലെ തന്നെ എക്സാമ്പിൾസ് പഠിക്കണം. ആ ഡെഫിനിഷനും എക്സാമ്പിൾസും പഠിച്ചു കഴിഞ്ഞ് ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൽ നിന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചെയ്യണം. കാരണം എക്സാമിനേഷൻ നല്ല രീതിയിൽ നമുക്ക് ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൽ നിന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് കവർ ചെയ്യണം: ഡെഫിനിഷൻ, എക്സാമ്പിൾ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എടുക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നുള്ള ഫോക്കസ് ഏരിയ നമ്മൾ ഇന്ന് കവർ ചെയ്യും. ഇത്രയും പോർഷൻസ് ഒന്നും കണ്ട് പേടിക്കണ്ട, സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഇവിടെ ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ആർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ? Give one example അല്ലെങ്കിൽ give two example എന്ന് ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക് ആണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നുള്ളത്. നമ്മുടെ ആസിഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നുള്ള ആ വേർഡിൽ തന്നെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയി. നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ആസിഡ് ബേസ് പെയറിനെയാണ്, അതായത് ഒരു ആസിഡും ഒരു ബേസും കൂടെ ഉള്ള പെയർ ആണ്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഒരു ആസിഡും ബേസും തമ്മിൽ ഒരു പ്രോട്ടോണിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളെങ്കിൽ, ഒരു ആസിഡും ബേസും തമ്മിൽ ഒരു പ്രോട്ടോണിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളെങ്കിൽ ആ ആസിഡ് ബേസ് പെയറിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കുന്നത്. അന്നേരം ഒരു ആസിഡും ഒരു ബേസും കൂടെ ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ ഒരു പ്രോട്ടോണിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളെങ്കിൽ ആ ആസിഡ് ബേസ് പെയറിനെ നമുക്ക് വിളിക്കാം കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് അയോണാ? H+ അയോണാ. അന്നേരം ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ ഒരു പ്രോട്ടോൺ, അതായത് ഒരു H+ അയോൺ, കാരണം പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+ അയോണാ. ഒരു പ്രോട്ടോണിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ആസിഡും ബേസും തമ്മിൽ ഒരു H+ അയോണിന്റെ വ്യത്യാസമേ ഉള്ളെങ്കിൽ, അതാണ് ഒരു പ്രോട്ടോണിന്റെ വ്യത്യാസമേ ഉള്ളെങ്കിൽ ആസിഡ് ബേസ് പെയറിനെ നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയാം. നമുക്ക് എങ്ങനെയാ ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ ഡെഫിനിഷൻ പറയേണ്ടത്? ആൻ ആസിഡ് ബേസ് പെയർ which differs only by one proton, an acid base pair which differs only by one proton, അതായത് 1 H+ ion. അങ്ങനെയുള്ള ആസിഡ് ബേസ് പെയറിനെ നമുക്ക് വിളിക്കാം കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നുള്ളത്. ക്ലിയർ ആയി? നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും എന്താണ് ഈ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എന്നുള്ളത്. HCl-ഉം Cl-ഉം ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അതിന്റെ കാരണം HCl-ഉം Cl- തമ്മിലുള്ള വ്യത്യാസം ഒരു H+ അയോണിന്റെ വ്യത്യാസം മാത്രമാണ്. കാരണം HCl-നകത്ത് ഒരു H+ അയോൺ കൂടുതലായിട്ടുണ്ട്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്? Cl- കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ HCl-ഉം Cl- തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസം, HCl-ഉം Cl- തമ്മിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് അയോണിന്റെയാണ്? H+ അയോണിന്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം HCl-ഉം Cl- എന്തിന് എക്സാമ്പിൾ ആണ്? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന് എക്സാമ്പിൾ. പിന്നെ നമ്മുടെ HCl-ഉം Cl- കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. ആ HCl-ഉം Cl-നകത്തുള്ള കോൺജുഗേറ്റ് ആസിഡ്, ഞാനിവിടെ ഷോർട്ട് ഫോം കോൺജുഗേറ്റ് ആസിഡിന് Ca എന്ന് കൊടുക്കുക. ഇവിടുത്തെ കോൺജുഗേറ്റ് ആസിഡ് ആണ് HCl. ആ HCl എന്ന് പറഞ്ഞ കോൺജുഗേറ്റ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് Cb എന്നാണ് കൊടുത്തേക്കുന്നത്. കോൺജുഗേറ്റ് ബേസ് ആണ് Cl-. അതായത് H+ അയോൺ കൂടുതലായിട്ടുള്ളത്, ഒരു ആസിഡും ഒരു ബേസിന്റെ പേര് നമുക്ക് തരുമ്പോ
എച്ച് പ്ലസ് അയോൺ കൂടുതലായിട്ടുള്ളത് കോൺജുഗേറ്റ് ആസിഡും എച്ച് പ്ലസ് അയോൺ കുറഞ്ഞു നിൽക്കുന്നതാണ് കോൺജുഗേറ്റ് ബേസും. അതാണ് ഇവിടെ HCl കോൺജുഗേറ്റ് ആസിഡ്, അതിനകത്ത് എച്ച് പ്ലസ് അയോൺ ഉണ്ട്. പക്ഷെ Cl മൈനസിനകത്ത് ഒരു എച്ച് പ്ലസ് അയോൺ കുറവാ. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ HCl കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ Cl മൈനസ് എന്ത് ബേസ് ആണ്? കോൺജുഗേറ്റ് ബേസ് ആണ്. നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ ഒരു എക്സാമ്പിൾ ആണ് HCl ഉം Cl മൈനസും. HCl ഉം Cl മൈനസും കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ എക്സാമ്പിൾ ആണ്. കാരണം അതിന്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്ത് അയോണിന്റെയാണ്? ഒരു എച്ച് പ്ലസ് അയോൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിന്റെ ഡിഫറൻസ് ആണ് HCl ഉം Cl മൈനസും തമ്മിൽ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത എക്സാമ്പിൾ ആണ് H3O പ്ലസും H2O യും. H3O പ്ലസും H2O യും കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ അടുത്ത എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, H3O പ്ലസും H2O യും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, H3O പ്ലസും H2O യും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു H പ്ലസ് അയോണിന്റെ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. കാരണം H3O പ്ലസിനകത്ത് ഒരു H പ്ലസ് അയോൺ കൂടുതലാണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? വാട്ടർ ആയിട്ടുള്ള H2O ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ H3O പ്ലസും H2O യും എന്ത് പെയറിന് എക്സാമ്പിൾ ആണ്? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന് എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് H പ്ലസ് കൂടി നിൽക്കുന്ന H3O പ്ലസ്, H പ്ലസ് കൂടി നിൽക്കുന്ന H3O പ്ലസ് ആണ് കോൺജുഗേറ്റ് ആസിഡും. ഈ H3O പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു H പ്ലസ് കുറവുള്ള വാട്ടർ ആണ് കോൺജുഗേറ്റ് ബേസ്. കാരണം വാട്ടറിനകത്ത് ഒരു H പ്ലസ് കുറവാണ് H3O പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇവിടെ H3O പ്ലസ് ആണ്. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജനേ ഉള്ളൂ? 2 ഹൈഡ്രജൻ. അങ്ങനെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ എക്സാമ്പിൾ 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് 2 എക്സാമ്പിൾ നമുക്ക് എഴുതുക. എക്സാമ്പിൾ 1 ആണ് HCl and Cl minus are conjugate acid base pair because they differ only by 1 proton. കാരണം അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര പ്രോട്ടോൺ ആണ്? ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു H പ്ലസ് അയോൺ. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് H3O plus and water. H3O പ്ലസും പിന്നെന്താണ്? വാട്ടറും. H3O പ്ലസും വാട്ടറും കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന് എക്സാമ്പിൾ ആണ്. കാരണം H3O പ്ലസും വാട്ടറും കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന് എക്സാമ്പിൾ ആണ്. റീസൺ അവർ തമ്മിലുള്ള ഡിഫറൻസ്, H3O പ്ലസും വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് അയോണിന്റെയാണ്? ഒരു H പ്ലസ് അയോൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിന്റെയാണ്. ഇതിലെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഡെഫിനിഷൻ എഴുതണം. An acid base pair which differs only by 1 proton. An acid base pair which differs only by 1 proton is called a conjugate acid base pair. രണ്ട് എക്സാമ്പിൾ കൊടുക്കുക. HCl and Cl minus. HCl and Cl minus are conjugate acid base pair. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് H3O plus and H2O are conjugate acid base pair. ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഈ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടെ കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഡെഫിനിഷനും എക്സാമ്പിളും കൂടാതെ ഈ 2 ഇക്വേഷനും കൂടെ കൊടുക്കണം. എങ്ങനെയാണ് കോൺജുഗേറ്റ് ആസിഡ് കിട്ടുന്നത്, എങ്ങനെയാണ് കോൺജുഗേറ്റ് ബേസ് കിട്ടുന്നത് എന്നുള്ളത്. കോൺജുഗേറ്റ് ആസിഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബേസിന്റെ കൂടെ നമ്മൾ H പ്ലസ് ആഡ് ചെയ്യണം. ഓർത്തോണം, കോൺജുഗേറ്റ് ആസിഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബേസിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? H പ്ലസ് ആഡ് ചെയ്യുക. അന്നേരം കോൺജുഗേറ്റ് ആസിഡ് കിട്ടണമെങ്കിൽ ബേസിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? H പ്ലസ് ആഡ് ചെയ്യണം. ഇനി അടുത്താണ് നമുക്ക് കോൺജുഗേറ്റ് ബേസ് കിട്ടണമെങ്കിൽ. കോൺജുഗേറ്റ് ബേസ് കിട്ടണമെങ്കിൽ ആസിഡിൽ നിന്ന് H പ്ലസിനെ മൈനസ് ചെയ്യണം. കോൺജുഗേറ്റ് ബേസ് കിട്ടണമെങ്കിൽ ആസിഡിൽ നിന്ന് H പ്ലസിനെ മൈനസ് ചെയ്യണം. H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ആസിഡും H പ്ലസിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ബേസും. മറക്കരുത്, നമ്മൾ H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കോൺജുഗേറ്റ് ആസിഡ് ആണ്, H പ്ലസിനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. What are conjugate acid base pair? Give example എന്ന് ചോദിച്ചാൽ ആദ്യം ഡെഫിനിഷൻ എഴുതുക. An acid base pair which differs only by 1 proton is called conjugate acid base pair. എക്സാമ്പിൾ കൊടുക്കുക. HCl ഉം Cl മൈനസും. രണ്ടാമത്തെ എക്സാമ്പിൾ H3O plus and H2O. അത് കഴിഞ്ഞിട്ട്
കോൺജുഗേറ്റ് ആസിഡ് എന്താണെന്ന് കൊടുക്കണം, കോൺജുഗേറ്റ് ആസിഡ് കിട്ടുന്ന ഇക്വേഷനും കോൺജുഗേറ്റ് ബേസ് കിട്ടുന്ന ഇക്വേഷനും കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതണം. വാട്ട് ആർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ, ഗിവ് എക്സാമ്പിൾ എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൽ നിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ്, ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഒരു സ്പീഷ്യസ് തരും, ആ സ്പീഷ്യസ് തന്നിട്ട് അതിന്റെ കോൺജുഗേറ്റ് ആസിഡും എഴുതണം, കോൺജുഗേറ്റ് ബേസും എഴുതാൻ ചോദിക്കാം ഒന്നിൽ. അതല്ലെങ്കിൽ ഒരു സ്പീഷ്യസ് തന്നിട്ട് ചിലപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് മാത്രമായിട്ട് എഴുതാൻ ചോദിക്കാം, അതല്ലെങ്കിൽ കോൺജുഗേറ്റ് ബേസ് മാത്രമായിട്ട് എഴുതാൻ ചോദിക്കാം. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യന് നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ ചെയ്യാതെ ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൽ നിന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൽ നിന്ന് എക്സാമിനേഷന് വരുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ പറഞ്ഞ വാട്ട് ആർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ, ഗീവ് എക്സാമ്പിൾ എന്ന് ചോദിക്കാം. അതല്ലാതെ വരുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനകത്ത് അവർ 3-4 സ്പീഷ്യസിന് തരും. എന്നിട്ട് ആ സ്പീഷ്യസുകളുടെ കോൺജുഗേറ്റ് ആസിഡ്, ഞാൻ CA എന്നിട്ടേക്കുന്ന കോൺജുഗേറ്റ് ആസിഡിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് കിട്ടുക. എന്നാൽ എക്സാമ്പിൾ നിങ്ങൾ എക്സാമിനേഷന് ചെന്ന് കോൺജുഗേറ്റ് ആസിഡിന് പകരം CA എന്നിടരുത്. ഞാനിപ്പോ ബോർഡിലുള്ള സ്ഥലക്കുറം കൊണ്ട് കോൺജുഗേറ്റ് ആസിഡിന്റെ ഷോർട്ട് ഫോം എന്താന്ന് എഴുതിയേക്കുക, CA എന്നാണ് എഴുതിയതാണ്. ഞാൻ കുറച്ച് സ്പീഷ്യസ് തരും, ആ സ്പീഷ്യസിന്റെ കോൺജുഗേറ്റ് ആസിഡും എഴുതണം, കോൺജുഗേറ്റ് ബേസും എഴുതാൻ ചോദിക്കാം. ചിലപ്പോൾ ഇത് രണ്ടുകൂടെ ചോദിക്കണമെന്നില്ല. സ്പീഷ്യസ് തന്നിട്ട് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് മാത്രമായിട്ട് എഴുതാൻ പറയാം, അതല്ലെങ്കിൽ സ്പീഷ്യസ് തന്നിട്ട് കോൺജുഗേറ്റ് ബേസ് എഴുതാനും പറയാം. നമുക്കിപ്പം ഈ രണ്ട് രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് എക്സാമിനേഷന് ആൻസർ എഴുതാൻ പറ്റും. പിന്നെ സ്പീഷ്യസ് തന്നു, അതിന്റെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും നമ്മൾ എഴുതാൻ പോവാം. കോൺജുഗേറ്റ് ആസിഡ് നമ്മൾ എഴുതുന്നത് H+ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് കിട്ടുന്നത്. ഒരു സ്പീഷ്യസിലേക്ക് H+ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് കിട്ടുന്നത്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇത്രയും സ്പീഷ്യസിന്റെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഈ 4 സ്പീഷ്യസ്, ഈ 4 സ്പീഷ്യസിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് ആദ്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് കോൺജുഗേറ്റ് ബേസും എഴുതാം. ആദ്യത്തെ സ്പീഷ്യസ് വാട്ടർ. വാട്ടറിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതണമെങ്കിൽ നമ്മൾ ഈ വാട്ടറിലേക്ക് എന്ത് ആഡ് ചെയ്യണം, H+ ആഡ് ചെയ്യണം. H+ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഹൈഡ്രജൻ കൂടും. ഈ H2O നമ്മൾ H+ ആഡ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ, ആ H2O ഒരു ഹൈഡ്രജൻ കൂടുന്നു. H2O എന്തായിട്ട് മാറുന്നു, H3O ആയിട്ട് മാറുന്നു. കോൺജുഗേറ്റ് ആസിഡ് എഴുതുമ്പോൾ നമ്മൾ ഒരു H+ ആഡ് ചെയ്യുന്നത്. എന്താ ആഡ് ചെയ്യുന്നത്, H+ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അങ്ങനെ H+ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്പീഷ്യസിലേക്ക് ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ആ ഹൈഡ്രജൻ കൂടുന്നത് കൂടാതെ അഡീഷണൽ ആയിട്ട് എന്ത് ചാർജ് ഡെവലപ്പ് ചെയ്യും, ഒരു പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ക്ലിയർ ആയല്ലോ. കോൺജുഗേറ്റ് ആസിഡ് കിട്ടണമെങ്കിൽ എന്ത് ആഡ് ചെയ്യണം, ഒരു H+നെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് സൈൻ എന്ത് ചെയ്തേക്കുന്നത്, കൊടുത്തേക്കുന്നത്. ഈ പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ H+ അയോണിന്റെ ചാർജാണ്. പിന്നെ വാട്ടറിലേക്ക് നമ്മൾ ഒരു H+ അയോണിനെ ആഡ് ചെയ്തപ്പം വാട്ടർ എന്തായിട്ട് മാറി, H3O+ ആയിട്ട് മാറി. ഈ വാട്ടറിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഹൈഡ്രജൻ കൂടി. H2 എന്നുള്ളത് എന്തായിട്ട് മാറി, H3 ആയി. അത് കൂടാതെ എന്ത് ചാർജും ഡെവലപ്പ് ചെയ്തു, H+ ആഡ് ചെയ്തപ്പം ഒരു പോസിറ്റീവ് ചാർജും എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. പിന്നെ വാട്ടറിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് H3O+ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ എഴുതുന്ന HCO3-. HCO3-ന്റെ എന്ത് ആസിഡ് എഴുതുക, കോൺജുഗേറ്റ് ആസിഡ് എഴുതുക. HCO3-ന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതുമ്പോൾ ഈ HCO3- നമ്മൾ എന്തിനെ ആഡ് ചെയ്യുക, H+നെ ആഡ് ചെയ്യുക. H+നെ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്ത് കിട്ടും, HCO3- ഒരു ഹൈഡ്രജൻ കിട്ടും. ഒരു H+നെ ആഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഹൈഡ്രജൻ കിട്ടുന്നു. ഒരു ഹൈഡ്രജൻ കിട്ടുമ്പോൾ ഈ H എന്നുള്ളത് എന്തായിട്ട് മാറുന്നു, H2 എന്നായിട്ട് മാറുന്നു. H എന്നുള്ളത് H2 ആകുന്നു. ബാക്കി CO3 അതുപോലെ തന്നെ എഴുതുക.
ഇനി നമുക്ക് ചാർജ് നോക്കാം. ഓൾറെഡി HCO3 മൈനസിനകത്ത് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ക്ലിയർ ആയല്ലോ. H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്ത് ചാർജ് ഡെവലപ്പ് ചെയ്യും? ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. നമുക്ക് H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജും കൂടെ ഡെവലപ്പ് ചെയ്യും, ആണല്ലോ. ഇവിടെ മൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ -1 എന്ന മൈനസ് ചാർജ് എന്ന് പറഞ്ഞാൽ -1, പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? +1. ഇവിടെ ടോട്ടൽ ചാർജ് നോക്കണമെങ്കിൽ -1ഉം +1ഉം തമ്മിൽ ആഡ് ചെയ്യണം. അതായത് ഓൾറെഡി ഉള്ള നെഗറ്റീവ് ചാർജും അഡീഷണൽ ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടിയായിരുന്നു. H2CO3 എന്ന ടോട്ടൽ ചാർജ് അറിയണമെങ്കിൽ ഇവിടെ ഉള്ള ഈ മൈനസ് ആയിട്ടുള്ള -1ഉം H പ്ലസിനെ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു +1 കിട്ടിയല്ലോ, ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. അതാണ് +1 എന്ന് കൊടുത്തത്. ഈ രണ്ട് ചാർജ് തമ്മിൽ ആഡ് ചെയ്യുക. -1ഉം +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -1ഉം +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 0 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് എന്തില്ല? ചാർജ് ഒന്നും ഇല്ല. നമുക്ക് H2CO3ക്കകത്ത് ചാർജ് വേണ്ട, കാരണം -1ഉം +1ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു. അന്നേരം നമുക്ക് ചാർജ് എന്തോ കിട്ടിയത്? 0. H2CO3ക്ക് പ്രത്യേകിച്ച് നമുക്ക് ചാർജ് ഒന്നും കൊടുക്കണ്ട. അത് എന്ത് കോമ്പൗണ്ട് ആണ്? ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. ഇവിടെ HCO3 മൈനസിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് H2CO3. ആ കോൺജുഗേറ്റ് ആസിഡ് കിട്ടിയത് HCO3 മൈനസിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? H പ്ലസ് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടുള്ള H2CO3 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്തതാണ് HSO4 മൈനസ്. ആ HSO4 മൈനസിന്റെ എന്ത് ആസിഡ് നമ്മൾ കണ്ടുപിടിക്കുക? കോൺജുഗേറ്റ് ആസിഡ് നമ്മൾ കണ്ടുപിടിക്കുക. HSO4 മൈനസിന്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ HSO4 മൈനസിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? H പ്ലസ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം. ഇവിടെ ആദ്യം ഒരു ഹൈഡ്രജൻ കൂടുന്നു. ഇവിടെ H എന്നുള്ളത് H പ്ലസ് ആഡ് ചെയ്ത് കോൺജുഗേറ്റ് ആസിഡ് എഴുതുമ്പോൾ ഒരു ഹൈഡ്രജൻ കൂടുക. ഇവിടെ H എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? H2 ആയിട്ട് മാറുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ബാക്കി SO4 അതേപോലെ തന്നെ എഴുതുക. SO4 നമ്മൾ അതേപോലെ തന്നെ എഴുതും. ഇനി നമുക്ക് അതിന്റെ ചാർജ് കൊടുക്കണം. ഓൾറെഡി HSO4 മൈനസിനകത്ത് ഒരു മൈനസ് ചാർജ് ഉണ്ട്. HSO4 മൈനസിനകത്ത് ഓൾറെഡി എന്ത് ചാർജ് ഉണ്ട്? ഒരു മൈനസ് ചാർജ് ഉണ്ട്. നമ്മൾ H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചാർജ് കിട്ടുന്നു? ഒരു പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ഇവിടെ -1ഉം ഇവിടെ -1 +1 +1ഉം കൂടെ ആഡ് ചെയ്യണം ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ. -1ഉം +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 0. അതിന് ഇവിടെ കോൺജുഗേറ്റ് ആസിഡ് ആയിട്ടുള്ള H2SO4ന്റെ പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല, കാരണം ഇവിടുത്തെ -1ഉം നമ്മൾ H പ്ലസിനെ ആഡ് ചെയ്തപ്പോൾ +1 അല്ലേ വന്നേ. -1ഉം +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നു. H2SO4ന് പ്രത്യേകിച്ച് എന്തൊന്നുമില്ല, ചാർജ് ഇല്ല. ക്ലിയർ ആയല്ലോ കോൺജുഗേറ്റ് ആസിഡ് എഴുതാന്. അടുത്ത നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് എഴുതാണ്. NH3യുടെ കോൺജുഗേറ്റ് ആസിഡ് എഴുതുന്നു. NH3യുടെ കോൺജുഗേറ്റ് ആസിഡ് എഴുതുമ്പോൾ നമ്മൾ ഈ NH3യിലേക്ക് നമ്മൾ എന്തിനെ ആഡ് ചെയ്യണം? H പ്ലസിനെ ആഡ് ചെയ്യണം. NH3യിലേക്ക് H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ NH3 എന്നുള്ളത് എന്തായിട്ട് മാറും? NH4 ആയിട്ട് മാറും. NH3 എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? NH4 ആയിട്ട് മാറുന്നു. കാരണം അഡീഷണൽ ആയിട്ട് ഒരു ഹൈഡ്രജൻ വരുന്നു H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ. ഇവിടെ H3 എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? H4 ആയിട്ട് മാറുന്നു. നമ്മുടെ കോൺജുഗേറ്റ് ആസിഡ് എഴുതുമ്പോൾ H പ്ലസിനെ ആഡ് ചെയ്യുമല്ലേ? H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ എന്ത് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. NH3യുടെ കോൺജുഗേറ്റ് ആസിഡ് ആണ് NH4 പ്ലസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ 4 സ്പീഷീസിന്റെ എന്ത് നമ്മൾ എഴുതി? കോൺജുഗേറ്റ് ആസിഡ് എഴുതി. എങ്ങനെ നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് എഴുതിയേ? ഈ സ്പീഷീസിലേക്ക് നമ്മൾ എന്തിനെ ആഡ് ചെയ്തു? H പ്ലസിനെ ആഡ് ചെയ്തു. അങ്ങനെ H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ ആ സ്പീഷീസില് അഡീഷണൽ ആയിട്ട് ഒരു ഹൈഡ്രജൻ വരും. അത് കൂടാതെ H പ്ലസിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യുന്നു. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമ്മൾ അടുത്തത്, കാരണം കോൺജുഗേറ്റ് ആസിഡ് ഒന്നിച്ചങ്ങ് എഴുതിപ്പിച്ചത് ആ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാകാനാണ്. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഓരോ സ്പീഷീസ് എടുത്ത് കോൺജുഗേറ്റ് ആസിഡും ബേസും കൂടെ എഴുതി പോവാണെങ്കിൽ രണ്ടൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് വേണ്ട. അതുകൊണ്ടാണ് ഈ 4 സ്പീഷീസിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആദ്യം ഒന്ന് എഴുതിപ്പിച്ചത്. അടുത്ത നമുക്ക് കോൺജുഗേറ്റ് ബേസ് എഴുതാം. നമുക്ക് ഈ സ്പീഷീസിന്റെ കോൺജുഗേറ്റ് ബേസ് എഴുതണമെന്നുണ്ടെങ്കിൽ
ഈ സ്പീഷ്യസിൽ നിന്ന് എച്ച് പ്ലസ് നമ്മൾ മൈനസ് ചെയ്യണം. നമ്മുടെ സ്പീഷ്യസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? എച്ച് പ്ലസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നമുക്ക് ഇത്രയും സ്പീഷ്യസിന്റെ എന്ത് നമ്മൾ എഴുതാൻ പോവാ? കോഞ്ചുഗേറ്റ് ബേസ് എഴുതാൻ പോവാ. ആദ്യത്താണ് H2O. H2O. ഈ H2Oയുടെ കോഞ്ചുഗേറ്റ് ബേസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ H2Oയിൽ നിന്ന് നമ്മൾ ഒരു H പ്ലസ് അങ്ങ് മാറ്റണം. ഒരു H പ്ലസ് അങ്ങ് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ അങ്ങ് കുറയും എന്ന് പറഞ്ഞാൽ HO എന്ന് എഴുതാം. കാരണം ഇവിടെ നമുക്ക് എന്ത് കുറഞ്ഞു? ഒരു ഹൈഡ്രജൻ അങ്ങ് കുറഞ്ഞു. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ മാറുമ്പോൾ ഇവിടെ HO എന്ന് വരും. H പ്ലസ് ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് വരും. H പ്ലസ് ആഡ് ചെയ്യുമ്പോഴാണ് അഡീഷണൽ ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് വരുന്നത്. H പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ H പ്ലസ് നമ്മൾ മൈനസ് ചെയ്യുവാണെങ്കിൽ H പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. മറക്കരുത്, H പ്ലസ് ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജും H പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജും. നമുക്കിവിടെ H2O വാട്ടറിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് HO മൈനസ്. നമ്മൾ അങ്ങനെ HO മൈനസ് എന്നല്ല എഴുതുന്നത്, OH മൈനസ് എന്നാണ് എഴുതുന്നത്. കാരണം OH മൈനസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അയോൺ ആണ് OH മൈനസ്. HO മൈനസിന്റെ തെറ്റൊന്നുമല്ല, പക്ഷെ നമ്മൾ കൺവെൻഷണൽ ആയിട്ട് എഴുതി വരുന്നത് HO മൈനസിന് പകരം ഹൈഡ്രോക്സൈഡ് അയോൺ എന്താണ്? OH മൈനസ് എന്നാണ് എഴുതുന്നത്. നമ്മുടെ വാട്ടറിന്റെ കോഞ്ചുഗേറ്റ് ബേസ് നമ്മൾ കണ്ടുപിടിച്ചു. വാട്ടറിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് OH മൈനസ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അങ്ങനെ കോഞ്ചുഗേറ്റ് ബേസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചേ? സ്പീഷ്യസിൽ നിന്ന് H പ്ലസ് അങ്ങ് മൈനസ് ചെയ്തു, ഒരു ഹൈഡ്രജനും കുറച്ചു, അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജ് കൊടുത്തു. H പ്ലസ് മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ കുറയ്ക്കണം, അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കണം. അടുത്താണ് HCO3 മൈനസ്. HCO3 മൈനസിന്റെ കോഞ്ചുഗേറ്റ് ബേസ്. HCO3 മൈനസിന്റെ എന്ത് ബേസ് എഴുതുവാണ്? കോഞ്ചുഗേറ്റ് ബേസ് എഴുതുക. HCO3 മൈനസിന്റെ കോഞ്ചുഗേറ്റ് ബേസ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ HCO3 മൈനസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? H പ്ലസ് കുറയ്ക്കണം. H പ്ലസ് കുറയ്ക്കുമ്പോൾ ആദ്യം ഒരു ഹൈഡ്രജൻ അങ്ങ് കുറയുന്നു. ഒരു ഹൈഡ്രജൻ മാറുക എന്ന് പറഞ്ഞാൽ HCO3 മൈനസിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറുക എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കി വരുന്ന ആരാ? CO3 ആണല്ലോ. ഹൈഡ്രജൻ അങ്ങ് മാറി. CO3 ഓൾറെഡി എന്ത് ചാർജ് ഉണ്ട്? ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇനി H പ്ലസ് മാറുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജ് കൂടെ വരുമല്ലോ. H പ്ലസ് അങ്ങ് മാറുമ്പോഴത്തേക്ക് H പ്ലസിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജും കൂടെ വരും. ഇത് കൺഫ്യൂഷൻ ആയിരുന്നു. ഓൾറെഡി ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, പിന്നെ H പ്ലസ് മാറിയപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജും കൂടെ വന്നു ആണല്ലോ. ഇവിടെ ഈ മൈനസ് എന്ന് പറഞ്ഞാൽ -1ഉം ഇവിടെ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? -1ഉം. ഈ -1 കൂടെ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. -1 കൂടെ കൂടുമ്പോൾ എന്തായിട്ട് മാറും? -2 എന്ന് വരും. നമ്മുടെ CO3യുടെ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ -2, അതായത് 2 മൈനസ് എന്ന് കൊടുക്കണം. CO3 2 മൈനസ്. ക്ലിയർ ആയല്ലോ? HCO3 മൈനസിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് CO3 എന്തെന്ന് പറയുന്നത്? 2 മൈനസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നതാണ് HSO4 മൈനസ്. ആരാണ്? HSO4 മൈനസ്. ആ HSO4 മൈനസിന്റെ എന്തെഴുതുക? കോഞ്ചുഗേറ്റ് ബേസ് എഴുതുക. HSO4 മൈനസിന്റെ കോഞ്ചുഗേറ്റ് ബേസ് എഴുതുക. HSO4 മൈനസിന്റെ കോഞ്ചുഗേറ്റ് ബേസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ HSO4 മൈനസിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? H പ്ലസിനെ കുറയ്ക്കണം. H പ്ലസിനെ കുറയ്ക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ അങ്ങ് മാറും. ഈ H അങ്ങ് മാറും. H മാറിക്കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? SO4 മൈനസ്. നമ്മളിവിടെ SO4 മൈനസ് എന്ന് കൊടുത്തു. നമ്മൾ ഈ മൈനസ് കൊടുത്തേക്കുന്ന ഓൾറെഡി ഇവിടെ ഉള്ള നെഗറ്റീവ് ചാർജ് തന്നെ. അത് കൂടാതെ H പ്ലസ് അങ്ങ് മാറുമല്ലേ? H പ്ലസ് മാറുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജും കൂടെ വരും. H പ്ലസ് അങ്ങ് മാറുമ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജ് നമ്മളിവിടെ കൊടുക്കണമല്ലോ. ഇവിടെ 2 മൈനസ് ഉണ്ട്. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ -1ഉം ഇവിടെ -1ഉം ആ 2 ചാർജ് നിൽക്കുന്നത്. ഈ 2 ചാർജ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. -1ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? -2 എന്ന് പറഞ്ഞാൽ SO4 ന്റെ ചാർജ് എന്ന് പറയുന്നത് SO4 2 മൈനസ്. കാരണം ചാർജ് -2 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് SO4 ന്റെ ചാർജ് എന്താണ്? SO4 2 മൈനസ്. നമുക്ക് ഇവിടെ HSO4 ന്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് SO4 2 മൈനസ്.
ക്ലിയർ ആയല്ലോ. അടുത്താണ് NH3. NH3യുടെ എന്ത് എഴുതുക? കോൺജുഗേറ്റ് ബേസ് എഴുതുക. NH3യുടെ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ NH3 യിൽ നിന്ന് നമ്മൾ എന്തിനെ കുറയ്ക്കുക? ഒരു H+നെ അങ്ങ് കുറയ്ക്കുക, ഒരു H+നെ അങ്ങ് മൈനസ് ചെയ്യുക. അന്നേരം NH3 യിൽ നിന്ന് ഒരു H+നെ അങ്ങ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ NH3 എന്തായിട്ട് മാറും? NH2 ആയിട്ട് മാറും. ആണല്ലോ. NH3 യിൽ നിന്ന് ഒരു H+നെ അങ്ങ് കുറയ്ക്കുക. NH3 യിൽ നിന്ന് ഒരു H+നെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ അങ്ങ് കുറഞ്ഞു. അങ്ങനെ ഒരു ഹൈഡ്രജൻ കുറഞ്ഞപ്പോൾ NH3 എന്തായിട്ട് മാറി? NH2 ആയിട്ട് മാറി. ഒരു ഹൈഡ്രജൻ കുറയ്ക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചാർജ് കൊടുക്കണം? ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കണം. ഒരു ഹൈഡ്രജൻ കുറയ്ക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചാർജ് കൊടുക്കുക? ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കുക. നമ്മുടെ NH3 എന്നുള്ള സ്പീഷ്യസിന്റെ, NH3 എന്ന് പറഞ്ഞ സ്പീഷ്യസിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് NH2 മൈനസ്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ കോൺജുഗേറ്റ് ആസിഡ് എഴുതണമെങ്കിൽ H+നെ ആഡ് ചെയ്യണം. H+നെ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഹൈഡ്രജൻ വരും, ഒരു പോസിറ്റീവ് ചാർജും വരും. കോൺജുഗേറ്റ് ബേസ് എഴുതണമെങ്കിൽ H+നെ മൈനസ് ചെയ്യണം. H+നെ മൈനസ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ കുറയും, അഡീഷണൽ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജ് വരും. അഡീഷണൽ ആയിട്ട് നെഗറ്റീവ് ചാർജ് വരും. H+നെ ആഡ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജും വരുന്നു, H+നെ മൈനസ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജും വരുന്നു അഡീഷണൽ ആയിട്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമ്മൾ സ്പീഷ്യസ് എഴുതിയിട്ട് കോൺജുഗേറ്റ് ആസിഡ് എഴുതി കോൺജുഗേറ്റ് ബേസ് വരും. നമുക്ക് ഒരു സ്പീഷ്യസ് മാത്രം, ഒരു ക്വസ്റ്റ്യനും കൂടെ എടുത്തിട്ട് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് മാത്രമായിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അതിന്റെ ഇപ്പം കോൺജുഗേറ്റ് ആസിഡും ബേസും കൂടെ ഞാൻ എഴുതിപ്പിക്കുന്നില്ല, എന്ത് മാത്രമേ എഴുതുന്നുള്ളൂ? കോൺജുഗേറ്റ് ആസിഡ് മാത്രമേ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പം സ്പീഷ്യസ് വന്നിട്ട് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്പീഷ്യസ് വന്നിട്ട് കോൺജുഗേറ്റ് ആസിഡ് മാത്രമായിട്ട് എഴുതുക അല്ലെങ്കിൽ കോൺജുഗേറ്റ് ബേസ് മാത്രമായിട്ട് എഴുതുക എന്ന് ചോദിക്കാം. ഇത് പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ എഴുതുന്നത് HCOO മൈനസ്. HCOO മൈനസ്. HCOO മൈനസിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ ചോദിച്ചു. HCOO മൈനസിന്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതണമെന്നുണ്ടെങ്കിൽ HCOO മൈനസിന്റെ കൂടെ നമ്മൾ എന്തിനെ ആഡ് ചെയ്യണം? കോൺജുഗേറ്റ് ആസിഡ്. കോൺജുഗേറ്റ് ആസിഡ് എഴുതുമ്പോൾ എന്തിനെ ആഡ് ചെയ്യുക? H+നെ ആഡ് ചെയ്യുക. HCOO മൈനസിനകത്തോട്ട് നമ്മൾ ഒരു H+നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഇവിടെ എന്ത് വരും? ഒരു ഹൈഡ്രജൻ വരും. ഈ H എന്നുള്ളത് എന്തായിട്ട് മാറും? H2 ആയിട്ട് മാറും. H എന്നുള്ളത് H2 ആയിട്ട് മാറും. എന്നിട്ട് ഇവിടെ COO ഓൾറെഡി ഇവിടെ എന്തുണ്ട്? മൈനസ് ചാർജ് ഉണ്ട്. H+നെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചാർജ് വന്നു? ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. H+നെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചാർജ് വന്നു? പോസിറ്റീവ് ചാർജ് വന്നു. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ -1, ഇവിടെ പ്ലസ് നമ്മൾ എഴുതിയ +1. -1ഉം +1ഉം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. -1ഉം +1ഉം കൂടെ അങ്ങ് ആഡ് ചെയ്യുക. അങ്ങനെ -1ഉം +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 0. ചാർജ് ഒന്നുമില്ല. H2COO. നമ്മൾ H2COO എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആണ്, ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ HCOO മൈനസിനകത്തോട്ട് H+നെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ H2COO എന്നല്ല എഴുതുന്നത്, ശരിക്കും HCOO എന്നാണ് എഴുതുന്നത്. കാരണം ഈ HCOOH എന്ന് പറയുന്നത് എന്ത് ആസിഡാണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിന്റെ ഫോർമുല H2COO എന്ന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ HCOOH. നമ്മൾ അഡീഷണൽ ആയിട്ട് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത് ഇവിടാണ്. ക്ലിയർ? ഇതൊന്ന് പറയാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഇതൊന്നും ഓർത്തില്ലെങ്കിൽ HCOO മൈനസിന്റെ കോൺജുഗേറ്റ് ആസിഡ് H2COO എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഒന്നും പോകത്തില്ല. പിന്നെ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ HCOOH എന്ന എഴുതുന്നേ ഉള്ളൂ. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എങ്ങനെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാമല്ലോ. ഒന്നേ സ്പീഷ്യസ് വന്നിട്ട് കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറയും, അല്ലെങ്കിൽ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറയും. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എഴുതാനുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അടുത്ത നമ്മൾ എടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ്, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് KW ഉപയോഗിച്ചാണ്. അയോണിക് പ്രോഡക്റ്റ്, വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ W സഫിക്സിൽ, കെയുടെ സഫിക്സിലാണ് നമ്മൾ W എഴുതുന്നത്. വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഒന്ന് ഓർപ്പിക്കുകയാണ്. വാട്ടറിന്റെ ഫോർമുല ഒക്കെ നമുക്കറിയാം. H2O ആണ് വാട്ടറിന്റെ ഫോർമുല.
ആ വാട്ടറിനകത്തുള്ള അയോൺസ് ആരൊക്കെയാ? എച്ച് പ്ലസ് അയോൺസും OH മൈനസ് അയോൺസും ആണല്ലോ. വാട്ടറിനകത്തുള്ള അയോൺസ് ആണ് എച്ച് പ്ലസ് അയോൺസും OH മൈനസ് അയോൺസും. വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് അയോൺസിന്റെയും OH മൈനസ് അയോൺസിന്റെയും കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ്. എച്ച് പ്ലസ് അയോൺസിന്റെ OH മൈനസ് അയോൺസിന്റെയും കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ KW ഒരു എക്സ്പ്രഷൻ എഴുതാം? KW ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺസ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺസ്. നമുക്കറിയാം സ്ക്വയർ ബ്രാക്കറ്റ് ഇടുവാണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്? കോൺസെൻട്രേഷനെയാണ്. പിന്നെ KW ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺസ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? OH മൈനസ് അയോൺസ്. ഇത്രയേ ഉള്ളൂ വാട്ടറിന്റെ എന്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്ന അയോണിക് പ്രോഡക്റ്റ്. വാട്ടറിനകത്തുള്ള എച്ച് പ്ലസ് അയോൺസിന്റെയും OH മൈനസ് അയോൺസിന്റെയും കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു ഡെഫിനിഷൻ എഴുതാം വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റിന്? അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ is defined as the product of the concentration of H plus and OH minus ions. Ionic product of water is defined as the product of the concentration of H plus and OH minus ions. സിമ്പിൾ ആയിട്ട് ഫോക്കസ് ചെയ്യാണ് വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ്. നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാം. അങ്ങനെ 2 മാർക്ക് ചോദിക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ ഡെഫിനിഷൻ എഴുതണം. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ is defined as the product of the concentration of H plus and OH minus ions. അതിന്റെ താഴെ എക്സ്പ്രഷൻ എഴുതുക. KW equal concentration of H plus into concentration of എന്താണ്? OH minus ions. ക്ലിയർ ആയല്ലോ? നമ്മൾ ഇന്ന് എടുത്ത ഫോക്കസ് ഏരിയ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഡെഫിനിഷന്, അതേപോലെ തന്നെ എക്സാമ്പിള്, കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയറിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞു വരുന്നതാണ് നമ്മുടെ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. ഒരു കാരണവശാലും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. നാളെ കാണാം. ഓക്കെ.